മനോഹരമായ ഒരു മാജിക് ഷോ. ആ കെട്ട് വേണേ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരാം. സിസ്റ്റർ നോക്കിക്കോ, നന്നായിട്ടാ ശ്രദ്ധിച്ച കെട്ടിങ്ങി പൊക്കിക്കും. തള്ളി ഇങ്ങനെ എടുത്തോണ്ട് വരെ പെട്ടെന്നാണ്. ഓക്കെ, എടുത്തോ കൊണ്ടുവരെ. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് സ്നേഹം അവസാനമാണ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ ഒരു ആഗ്രഹമായിരുന്നു, ക്രിസ്തു സ്നേഹിച്ചു പോലെ നമ്മൾ സ്നേഹിക്കണം. ക്രിസ്തു പിടിച്ചോളൂ സിസ്റ്ററെ, ഇതിലേക്ക് ഇട്ടോളൂ, ഇതിലേക്ക് ഇട്ടു. ഞാൻ ഈ ബാഗ് സിസ്റ്ററിന്റെ കൈ കൊടുക്കുന്നു, രണ്ട് കൈ ഒന്ന് വിടുത്തി പിടിച്ചോളൂ സിസ്റ്ററെ. ഒത്തിരി ആദരവോടെ സ്നേഹത്തോടെ അമ്മേ അതിൻ്റെ മുകളിൽ കൈ പതുക്കെ വെച്ചാൽ മതി, പതുക്കെ വെച്ചാൽ മതി. അങ്ങനെ തൊട്ടാൽ മതി, വെള്ളം കൊടുക്കണ്ട, അങ്ങനെ ഫ്രീ ആയിട്ട് പിടിച്ചാൽ മതി. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഞാൻ രണ്ട് ചുവന്ന കർച്ചീഫുകൾ, നമുക്ക് വ്യക്തമായിട്ട് കാണാം, പുറകോട്ട് കാണാമെന്ന് അറിയത്തില്ല. ഇത് നോക്കുക, രണ്ട് ചുവന്ന കർച്ചീഫുകൾ കൂട്ടിക്കെട്ടാൻ പോവുക. നമ്മൾ സമാപിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ ഓർക്കണം, മനുഷ്യനെ സ്നേഹിക്കുക, ഭാര്യ ഭർത്താവ് പരസ്പരം സ്നേഹിക്കുക, മാതാപിതാക്കളും മക്കളും പരസ്പരം സ്നേഹിക്കുക, ഇടവക ജനങ്ങളും സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ ആയിട്ട് നല്ല സ്നേഹബന്ധത്തിലായിരിക്കുക, വചനത്തെ സ്നേഹിക്കുക, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക, ദിവികാരണത്തെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹത്തിന്റെ ഒരു അവതാരമായിരിക്കട്ടെ നമ്മുടെ ജീവിതം. നമുക്ക് ഈശോയെ വിളിക്കണം, സ്നേഹമായി വരണേ യേശുനാഥ, ഞാൻ രണ്ട് ചുമന്ന കർച്ചീഫുകൾ കൂട്ടിക്കെട്ടിലാണ്. കണ്ടല്ലോ, ഉറപ്പല്ലേ? നോക്കുക, നോക്കണം കേട്ടോ, ശ്രദ്ധിച്ചു. പുറകോട്ട് കാണത്തില്ല, പുറകെ കാണാൻ ആളില്ല കേട്ടോ, നിങ്ങൾ ഈ മുമ്പിലിരിക്കുന്നവരേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോക്കിയേ, ശ്രദ്ധിച്ചു. എന്റെ സ്വർഗസ്ഥനാപിതാവിനാണ് ആകർഷിച്ചല്ലാതെ ആരും എന്റെ അടുത്ത് ഈശോ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ അഭിമാനത്തോടു കൂടി ആയിരിക്കാം. എന്റെ സ്വർഗസ്ഥനാപിതാവിനാണ് ആകർഷിക്കാൻ അവിടെ ഇരിക്കുന്നു. ഓക്കെ, നോക്ക്, അതുകൊണ്ട് ഈശോ സ്നേഹമായി വരണം, രക്ഷയായി വരണം, എന്റെ ശക്തിയായി വരണം. അതുകൊണ്ട് ഈശോയെ നമ്മൾ വിളിക്കുന്നു, യേശുനാഥ, സ്നേഹനാഥ. എന്റെ ജീവിതത്തിലേക്ക്, എന്റെ അടർന്ന ബന്ധനത്തിലേക്ക്, പടർന്ന രോഗങ്ങളിലേക്ക്, വിടർന്ന സ്വപ്നങ്ങളായി വരണമേ. യേശുനാഥ, കർച്ചീഫെടുത്തോളൂ. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് കാണപ്പെടാത്തതിന്റെ ഒരു സയൻസ് ആണ്. സ്നേഹം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഇതാ ഞാൻ മദർ തെരേസയുടെ ഒരു ചെറിയ ചിത്രവും നമ്മുടെ അമ്മയ്ക്ക് ഒരു ജപമാലയും സമ്മാനമായി കൊടുക്കുന്നു. അമ്മ തന്ന വലിയ മനസ്സിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഒത്തിരി